പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആള് നമ്മളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാവണമെന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളാവണമെന്നത്. അപ്പോൾ മാത്രമാണ് ആ ബന്ധത്തിന്റെ അടിത്തറ ഉറപ്പുള്ളതായിട്ട് തുടരുള്ളൂ. അതിപ്പോ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ. എന്നാൽ ചില ബന്ധങ്ങളിൽ നല്ല ആൾക്കാർ, അതായത് അവർ ചിലപ്പോൾ ലവബിൾ, കെയറിങ്, പേഷ്യൻസ് ആൻഡ് റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ബട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെന്നപ്പെടുക ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ആളുകളുടെ ഇടയിലാവും. അതിനെയാണ് ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുന്നത് ഒരു ശുഭപ്രതീക്ഷയോടെയാണ്. ഒരുപാട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഒരാളെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൂടെ കൂട്ടുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ അവരുടെ റിലേഷൻ വിചാരിച്ച പോലെ വരാത്തത്? അതിന്റെ ഒരു സൈക്കോളജി ഒന്ന് നോക്കിയാലോ. നല്ല ആളുകൾ എപ്പോഴും എമ്പത്തറ്റിക് ആൻഡ് പേഷ്യൻസ് ഉള്ളവരായിരിക്കും. മറക്കാനും പൊറുക്കാനും ഉള്ള കഴിവ് ഇവരിൽ കൂടുതലായിരിക്കും. ആൻഡ് സ്വയം പെട്ടെന്ന് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ളവരെ എപ്പോഴും സമൂഹമായാലും റിലേഷൻഷിപ്പിലുള്ള പാർട്ട്നേഴ്സ് ആയാലും മുതലെടുക്കാനുള്ള സാഹചര്യം കൂടുതലായിരിക്കും. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഗുഡ് പീപ്പിൾ അട്രാക്ട് മാനിപ്പുലേറ്റേഴ്സ്. ഇനി ഇതിന്റെ വേറൊരു വശം, നല്ല ആൾക്കാർ എപ്പോഴും ഒരാളെ വിഷമിക്കുന്നത് കണ്ടാലൊക്കെ അയാൾക്ക് ആദ്യം തോന്നുന്നത് അയ്യോ പാവം, അയാൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവാണ്, അയാൾക്ക് അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും, ആരെങ്കിലും അയാളിൽ നിന്ന് സമാധാനിപ്പിക്കാനുണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് ഹീലാവും, എന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്താലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും എമ്പത്തറ്റിക് ആയ ആളുകൾ ചിന്തിക്കാം. ബട്ട് ഒന്ന് മനസ്സിലാക്കുക, അയാൾക്ക് നന്നാവണമെങ്കിൽ അത് അയാൾ തന്നെ വിചാരിക്കണം. അത് അയാളെ കൊണ്ട് മാത്രമേ മാറ്റാനും സാധിക്കൂ. ഇനി സൈക്കോളജിസ്റ്റ് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും ഒരു റിലേഷനിലേക്ക് കടക്കുന്നത് അയാളുടെ പാസ്റ്റ് ലൈഫ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ അൺകണ്ടീഷണൽ ലവ് നിറഞ്ഞിട്ടുള്ളതായിരിക്കും. അതും അല്ലെങ്കിൽ അടി പിടി വഴക്ക് ഇതൊക്കെയായിരിക്കും അവരുടെ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞ ചൈൽഡ്ഹുഡ് ട്രോമ. സോ ഇങ്ങനെയുള്ളവര് ആ സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ഇത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് എപ്പോഴും സേഫ് സോൺ അതാണ് എന്ന് കരുതി വെക്കുന്നവരായിരിക്കും. കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും ഇല്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ബട്ട് ദ റിയൽ ലവ് എന്ന് പറയുന്നത് കൺട്രോളിങ്ങോ പേടിപ്പെടുത്തുന്നതോ ഒന്നും ആവില്ല. റിയൽ ലവ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ചുരുങ്ങുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങൾ എക്സ്പാൻഡ് ആവുകയാണ് വേണ്ടത്. അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെയുള്ള പൂർണ്ണ വിശ്വാസം. യെസ്, ഞാൻ ഓക്കെയാണ് ഈ റിലേഷനിൽ, പകരം ശ്വാസം മുട്ടുകയല്ല. പിന്നെ വേണ്ടത് നിങ്ങൾ സെൽഫ് വാല്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് സ്വയം സെൽഫ് വാല്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. അതായത് നിങ്ങളുടെ സെൽഫ് വാല്യൂ അല്ലെങ്കിൽ സെൽഫ് വർത്ത് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ്ലി ആവണം, അല്ലാണ്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ടല്ല. നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ ശരീരത്തിന് എന്ത് വേണം എന്നത് തിരിച്ചറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. എന്നിട്ട് മതി മറ്റുള്ളവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടത്. ആൻഡ് എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും ലൈഫിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പഴമക്കാർ പറയില്ലേ, ചക്കയൊന്നല്ലല്ലോ ചൂഴ്ന്നു നോക്കി തീരുമാനിക്കാനെന്ന്. പക്ഷെ കുറച്ചൊക്കെ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ. ആൻഡ് ഫൈനലി എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നല്ലൊരു ഹേർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു കണ്ണും കൂടിയാണ്. അതായത് നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആ ആൾക്ക് കൊടുക്കുക. അതിലുപരി ലവ് യുവർ സെൽഫ് ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ്. താങ്ക് യു.